അയ്യപ്പ സംഗമത്തെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ തുടരുകയാണ്. അയ്യപ്പ സംഗമത്തിന് ബദലായി BJP നടത്തുന്ന വിശ്വാസ സംഗമത്തെ എങ്ങനെ നേരിടും എന്നതാണ് CPIM-ലെ പുതിയ ചർച്ച. ശബരിമല കർമ്മസമിതിയും പന്തളം കൊട്ടാരവും സംയുക്തമായി വിശ്വാസ സംഗമം നടത്താനാണ് നീക്കം. വിവരങ്ങളുമായി സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സലീം, ഈ അയ്യപ്പ സംഗമം വലിയ വിവാദമായി നിൽക്കുന്നതിനിടയിലാണ് ഒരു ബദൽ സംഗമം എന്നുള്ള നിലയിൽ സംഘപരിവാർ സംഘടനകൾ മുന്നോട്ട് പോകുന്നത്. ഇന്നിപ്പോൾ പന്തളം കൊട്ടാരത്തിലേക്ക് എത്താൻ പോകുന്നുണ്ട് കുമ്മനം രാജശേഖരൻ. ബദൽ പരിപാടികളിൽ ദേശീയ നേതാക്കളെ അടക്കം പങ്കെടുപ്പിക്കാനുള്ള ആലോചനകളൊക്കെ തകൃതിയായി നടക്കുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത് സലീം മാലിക്? റിജിത്ത്, സ്മിത, ഗുഡ് മോർണിംഗ്. ശബരിമല കർമ്മസമിതിയാണ് BJPയുടെ നിയന്ത്രണത്തിലാണ് ശബരിമല കർമ്മസമിതി പ്രവർത്തിക്കുന്നത്. ശബരിമല കർമ്മസമിതിയാണ് ഇതിനോടകം തന്നെ ഈ അയ്യപ്പ സംഗമത്തിന് ബദലായി ഒരു വിശ്വാസ സംഗമം എന്നൊരു ആശയം മുന്നോട്ട് വയ്ക്കുകയും അത് നടപ്പാക്കാൻ തീരുമാനിക്കുകയും ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. ഈ മാസം തന്നെ സംഗമം നടത്താനാണ് BJPയുടെയും നീക്കം. അതിൻ്റെ ഭാഗമായി കുമ്മനം രാജശേഖരൻ ഇന്ന് പന്തളം രാജകൊട്ടാരത്തിലേക്ക് സന്ദർശനം നടത്തും. അതിനുശേഷം പന്തളം രാജകൊട്ടാരത്തിൻ്റെ കൂടി സംയുക്തമായ സഹകരണത്തോടുകൂടി പരിപാടി സംഘടിപ്പിക്കാനാണ് നീക്കം. അങ്ങനെയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ സർക്കാരും നിലവിൽ ബുദ്ധിമുട്ടേണ്ടി വരും. കാരണം CPIM പിന്തുണ പ്രഖ്യാപിച്ച് സർക്കാരിൻ്റെ കൂടി സഹകരണത്തോടു കൂടിയാണ് നിലവിൽ ഈ ശബരിമലയിൽ ദേവസ്വം ബോർഡ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത്. അത് ഇതിനോടകം തന്നെ വിവാദമാകുന്ന പശ്ചാത്തലത്തിലാണ് നിലവിൽ അതിന് ബദലായി മറ്റൊരു നീക്കവുമായി സംഘപരിവാർ സംഘടനകൾ രംഗത്തെത്തിയത്. മാത്രമല്ല, പ്രതിപക്ഷത്തിൻ്റെ ഈ വിഷയത്തിലെ നിലപാടും വ്യത്യസ്തമാണ്. അതൊരു തന്ത്രപരമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനോട് സഹകരിക്കില്ല, പക്ഷേ ബഹിഷ്കരിക്കില്ല എന്നുള്ളതാണ് നിലപാട്. ഏതെങ്കിലും നിലയിൽ അയ്യപ്പ സംഗമത്തിനെ ബഹിഷ്കരിച്ചുകൊണ്ട് നിലവിൽ SNDPയും NSSും ഒക്കെ പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഒരു വിവാദത്തിന് പ്രതിപക്ഷം തയ്യാറാകുന്നില്ല. എന്നാൽ വളരെ തന്ത്രപരമായി തന്നെ അതിൽ സഹകരിക്കില്ല എന്ന നിലപാട് പറയും. അതിനുശേഷം അതെന്തുകൊണ്ട് എന്നുള്ള ചർച്ചയാക്കാനുമാണ് നീക്കം. ആദ്യം ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ എടുത്ത കേസുകൾ അവസാനിപ്പിക്കട്ടെ, അതിനുശേഷം യുവതീ പ്രവേശന വിഷയത്തിലെ നിലപാട് തിരുത്തട്ടെ, അതിനുശേഷമാകാം അയ്യപ്പ സംഗമം എന്നുള്ളതാണ് UDFിൻ്റെയും നിലപാട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതിന് മുൻപ് തന്നെ വലിയ വിശദീകരണങ്ങൾ സർക്കാർ ഇനിയും നൽകേണ്ടി വരും. CPIM-നും അതിൽ പല ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. പ്രത്യേകിച്ചും വിഷയത്തിൽ ഹൈക്കോടതിയിൽ ഉൾപ്പെടെ ചില ചോദ്യങ്ങൾ സർക്കാരിനോടായി ചോദിച്ചിരുന്നു. ഹൈക്കോടതിയിലെ പരസ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ സംഗമത്തിന് ഉപയോഗിക്കുന്ന പരസ്യങ്ങളുമായി ബന്ധപ്പെട്ടുൾപ്പെടെ സർക്കാർ ഇനി മറുപടി പറയേണ്ടതായ സാഹചര്യവും നിലവിൽ വന്നിട്ടുണ്ട്. റിജിത്ത്.